നമസ്കാരം. സുഭാഷിതം. ആഹാരനിദ്രാഭയ മൈഥുനാനി സമാനി ചൈരാനി നൃണാം പശൂനാം ജ്ഞാനം നരാണാം അധികോ വിശേഷഃ ജ്ഞാനേന ഹീനാഃ പശുഭിഃ സമാനാഃ. ചാണക്യനീതി ശതകത്തിലാണ് ഈ സുഭാഷിതം. ഇതിനകത്ത് പറയുന്നത് ആഹാരം, നിദ്ര, ഭയം, ഇണചേരൽ ഇവ പക്ഷി മൃഗാദികൾക്കും മനുഷ്യനും ഒരുപോലെ ഉള്ളവയാണ്. ആഹാരം കഴിക്കുക, ഉറങ്ങുക, ഇണചേരുന്നത്, പിന്നെ ഭയം, ഇങ്ങനെയുള്ള വികാരങ്ങളൊക്കെ പക്ഷിമൃഗാദികൾക്കും മനുഷ്യർക്കും ഒരുപോലെയാണ് എന്നിവിടെ സൂചിപ്പിക്കുകയാണ്. എന്നാൽ മനുഷ്യനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഒരു പ്രത്യേക ശക്തിവിശേഷം, ഒരു ഗുണം, അതെന്ന് പറഞ്ഞാൽ വിവേകം. വിവേകം എന്ന ഒരു എടുത്തു പറയത്തക്കതായൊരു ഗുണം മനുഷ്യനുണ്ട്. അതാണ് പക്ഷിമൃഗാദികളിൽ നിന്ന് മനുഷ്യനുള്ള വ്യത്യസ്തത അഥവാ വ്യത്യസ്തമായ സവിശേഷത. എന്താണ്? വിവേകബുദ്ധി. വിവേകബുദ്ധി മറ്റാർക്കുമില്ല. ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായാൽ അതിനെ ഓടിച്ചെന്ന് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ നീക്കാൻ ഒരു ആന ഉണ്ടെങ്കിൽ ആനയ്ക്ക് പറ്റില്ല, അല്ലെങ്കിൽ ഒരു പട്ടിക്ക് പറ്റില്ല. പക്ഷെ ഇന്നത്തെ ഈ കലിയുഗത്തിൽ ഞാൻ പല യൂട്യൂബുകളിലും കാണുന്നുണ്ട്, വിവേകപരമായി നായ്ക്കള്, ആനകള്, പല പല ജീവജാലങ്ങളിലും അങ്ങനെ വർത്തിക്കുന്നതായിട്ട്, പ്രവർത്തിക്കുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. എന്നിരുന്നാലും സാധാരണഗതിയിലുള്ള അവസ്ഥയിൽ അത് ഞാൻ പറഞ്ഞത് വളരെ തുച്ഛമാണ്. വളരെ ലക്ഷങ്ങളും കോടികൾക്കും ഒരു അനുഭവമേ ഉണ്ടാവുള്ളൂ. പക്ഷേ സാധാരണയായി മനുഷ്യന് വിവേകം എന്ന ഒരു അവസ്ഥ, ഒരു പ്രത്യേക ഗുണം ഈശ്വരന് തന്നിട്ടുണ്ട്. അപ്പം വിവേകമില്ലാത്ത മനുഷ്യൻ മൃഗങ്ങൾക്ക് തുല്യമാണ് എന്നാണ് പറഞ്ഞത്. ആർക്കാണോ വിവേകമില്ലാത്തത് അവർ ശരിക്കും പറഞ്ഞാൽ മൃഗങ്ങൾക്ക് തുല്യരാണ്. കാരണം വിവേക ബുദ്ധിയോടുകൂടി വിവേകമില്ലായ്മയിലൂടെ പ്രവർത്തിക്കുന്നവരൊക്കെ മൃഗങ്ങൾക്ക് തുല്യമാണെന്നാണ് ഇവിടെ സുഭാഷിതം അർത്ഥമാക്കുന്നത്. നമസ്കാരം.